ഞാൻ ഇന്നലെ കണ്ട ഒരു കുട്ടിയുടെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടത്. അതായത് ആ കുട്ടി എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ റാപ്പിഡ്ലി എന്താണ് ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ പല വെബ്സൈറ്റുകളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നോട്ടിഫിക്കേഷൻ സൗണ്ട് വരുമ്പോഴാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്താണ് വെബ്സൈറ്റിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ വാട്സപ്പിലോട്ട് പോകുന്നു, ഇൻസ്റ്റാഗ്രാമിലോട്ട് പോകുന്നു. അപ്പം ഇതൊക്കെ കൊണ്ടെത്തിക്കുന്ന രോഗത്തിലോട്ടാണ്. ആ രോഗത്തിന്റെ പേരാണ് ഇൻഫോമാനിയ. അപ്പോൾ ഈ ഇൻഫോമാനിയ ബാധിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഈ പഠിത്തത്തിൽ നിന്ന് ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വെബ്സൈറ്റിൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി, ആ ഇൻഫർമേഷൻ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ അടുത്ത വെബ്സൈറ്റ് വീണ്ടും ആശ്രയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ തന്നെ വിളിക്കുകയാണ് ഇൻഫോമാനിയ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നു, ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നു, ദെൻ സൊസൈറ്റിയിലൊക്കെ റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അതായത് ഫുള്ളി നമ്മൾ വെബ്സൈറ്റ് മറ്റേ ChatGPT, DeepSeek പോലത്തുള്ള ടൂൾസിലൊക്കെ നിൽക്കുന്നതാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനൊരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻ ടൈം കുറയ്ക്കുക. അതായത് ഒരു ടൈം ഷെഡ്യൂൾ വെക്കുക. സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാനും ഈ വെബ്സൈറ്റ് ഒക്കെ ആക്സസ് ചെയ്യാനൊക്കെ ഒരു ടൈം ഷെഡ്യൂൾ വെക്കുക. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഓഫ്ലൈൻ മോഡിൽ കംപ്ലീറ്റ് എന്നാണ് ഫോണൊക്കെ ഡിസ്ട്രാക്റ്റഡ് മൈൻഡിൽ നിന്ന് മാറ്റിയിട്ടാണെങ്കിൽ കംപ്ലീറ്റ് ഒരു ഓഫ്ലൈൻ മോഡിൽ ചെയ്യുക. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യമാണ് നോട്ടിഫിക്കേഷൻസ്. ആ നോട്ടിഫിക്കേഷൻസ് എന്താണ് അവൻ്റെ ടോൺ ആണെങ്കിൽ മ്യൂട്ട് ആക്കി വെക്കുക. അത് ഏറ്റവും വലിയൊരു സൊല്യൂഷൻ ആണ്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം, നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇൻഫോമാനിയ കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് ആയിട്ട് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യാം, നമുക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.